അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് സാധാരണ ഇപ്പോൾ ഫുള്ള് ഗ്യാസായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വിറക് സംഭരിച്ചുകൊണ്ട് നമ്മുടെ റബീഉൽ അവ്വലിൻ്റെ 12ാം ദിവസം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ കുട്ടികളെല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ട് വിറക് ഇതിൻ്റെ ശേഖരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇയാൾ കഷ്ടപ്പെട്ട് അതിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്രട്ടറി. ട്രഡീഷണലായിട്ട് നമ്മുടെ ആളുകൾ ഉമ്മമാരൊക്കെ വിറക് വറക്കാൻ പോലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് നമ്മുടെ ചെക്കന്മാർ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയ്യിലേക്ക് വച്ചിട്ട് ചെക്കന്മാർ വിറക് പറക്കി നമ്മുടെ ലോറിയിലേക്ക് കയറ്റാനുള്ള പരിപാടിയിലാണ്. ഇത് നമ്മുടെ എൻജിൻ്റെ സാരഥി നമ്മുടെ സിനാനാണ്. ഇവിടെ MGMൻ്റെ സാരഥി ജബ്ബാർ നിങ്ങളുടെ സംസാരിക്കാം. അത് നമ്മുടെ ആന്ധ്രാദ്വീപിലെ മീലാദ് കോർഡിനേഷൻ്റെ ബിരിയാണി സംബന്ധമായുള്ള വിറക് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചായകുടി മത്സരമാണ്. ഈ നാട്ടിലുള്ള ആൾക്കാർ വന്ന് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയ വിറക് ഇപ്പോൾ കാണിച്ചാലും ഷാവുലാമയിൽ. അതിനിടയ്ക്ക് അയൽവകക്കാർ ചായ കൊണ്ടുവന്നിരുന്നു. അതിനെക്കുറിച്ച് ഫയാസ് സംസാരിക്കും. വിറകെടുപ്പ് വന്ന സമയത്ത് ചായ കുടി കഴിഞ്ഞാൽ അവളുടെ അയൽവാസികൾ ആൾക്കാരെ കണ്ടാൽ അമ്മ ആദരിച്ച് മക്കൾക്കെല്ലാം ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലാണ്ട് മൂവായിട്ട് കൊണ്ടുപോകുന്നതല്ല. ഈ പ്രദേശവാസികൾ തന്നെ എന്ത് ആദ്യത്തെ മര്യാദയോടുകൂടി മുട്ട പൊളിക്കുകയും ചായ ബീരാക്കി തന്നെ കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മദ്രസയിൽ നിന്നും നമ്മുടെ മീലാദ് നഗർ മദ്രസയിലേക്ക് നമ്മൾ പൈപ്പും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് എത്തിച്ചു കൊടുക്കലാണ് പതിവ്. അപ്പോൾ അവിടെ നമ്മൾ പൈപ്പും കാര്യങ്ങളും കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പൈപ്പ് ഉപയോഗിച്ച് അവർ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷെഡ് ഉണ്ടാക്കും നമ്മുടെ ബിരിയാണി വെക്കാനായിട്ട്. ആ ഷെഡ് നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഷെഡ് സിമ്പിളായിട്ടുള്ള ഷെഡാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അത് അതേപോലെ തന്നെ നമുക്ക് അയച്ചെടുക്കാനും പറ്റും. ആ രീതിയിലാണ് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഷെഡ്. പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഒരു 10-40 ചെമ്പ് ബിരിയാണി ഉണ്ടാക്കാനുള്ളത് കൊണ്ട് വലിയൊരു ഷെഡാണ് നമ്മൾ കെട്ടി ഉണ്ടാക്കുക. ഓക്കെ, ബൈ.